അച്ഛനെന്ത് പറയുമായിരുന്നു സിനിമയിലേക്ക് ആദ്യത്തെ? അവർക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് ഒരു നടനായതിനു ശേഷം മാതാപിതാക്കളുണ്ടായിരുന്നു കൂടെ? ഇല്ല, ഞാൻ അതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും കുടുംബത്തിൽ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങ് അനുവദിച്ചു പോയി എന്നുള്ളതല്ലാതെ ഇവർക്ക് ആർക്കും ഞാൻ ശല്യം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായ എതിർപ്പായിരുന്നു എൻ്റെ വീട്ടിൽ. കാരണം മുഹമ്മദ് ദിവസ വെള്ളം തലേ വീണവനാണ് ഇത് ചെണ്ട കൊട്ടുന്നിടത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാനൊക്കെ ആദ്യമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ എനിക്ക് മൂത്ത 2 പേരുണ്ട്. ഒരു പെണ്ണും ഒരാണും ഉണ്ട്. എൻ്റെ ഇളയ ഒരാളുണ്ട്. ഞങ്ങൾ 4 പേര്, 2 ആണ് 2 പെണ്ണും. എല്ലാവരും ഉണ്ട് ഇപ്പോൾ? എല്ലാവരും ഉണ്ട്. പരസ്പരം കാണാറും വിളിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്ത് പറയുന്നു സഹോദരൻ? അവർക്കാർക്കും ഇതിനകത്ത് വലിയ ഇതൊന്നും താല്പര്യങ്ങളൊന്നുമില്ല. അവരാരും കാണാറുമില്ല. എൻ്റെ മകൾ പോലും എൻ്റെ സീരിയലോ ഇതൊന്നും കാണാറില്ല. അവർക്ക് താല്പര്യമില്ല. അവരുടെ വിഷയം ഇതല്ല. എങ്കിലും ഇടയ്ക്ക് അവസരങ്ങളെ കിട്ടുമ്പോൾ കാണും സിനിമ. അബദ്ധവശാലെങ്ങാനും ടി വിയിലെങ്ങാനും വെച്ച് നോക്കുമ്പോൾ അച്ഛനെ കണ്ട കുറച്ച് നേരം ഇരുന്നായിരുന്നു നോക്കി, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് അവർ സ്ഥിരമായിട്ടിരുന്ന് കാണുകയോ, എൻ്റെ മാത്രമെന്നല്ല, ഒരു സീരിയലും കാണാറുമില്ല, ഒന്നുമില്ല. മക്കൾ എത്ര പേരാണ്? എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ. മോൾക്കൊരു കുഞ്ഞുണ്ട്. അവൾ മാരേജ് കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്. ഇപ്പോൾ മോൾ ഇവിടെ എറണാകുളത്ത് തന്നെയുണ്ട്. എറണാകുളത്ത് ഓസ്ട്രേലിയ കാനഡയൊക്കെ മൈഗ്രേഷൻ ഇടപാടൊക്കെ ആയിട്ട് നടത്തുന്ന അങ്ങനെ ഓഫീസുണ്ട്. പിന്നെ നോർക്കയുടെ ക്ലാസ് അവൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്താ? ഇപ്പോൾ എന്താണ് പുതിയ പ്രോജക്റ്റുകളെല്ലാം ചെയ്യുന്നത്? പുതിയ പ്രോജക്റ്റൊന്നുമില്ല. ഞാനിപ്പോൾ പുരാണ കഥാപാത്രങ്ങൾ, അലാവുദ്ദീൻ അത്ഭുത വിളക്ക്, പിന്നെ ദേവീയ മഹാത്മ്യം, പിന്നെ ഉച്ചയ്ക്ക് ഒരു 2ാമതൊരാളെന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അത് അങ്ങനെ കുറേ എണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം. ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു? എനിക്ക് ഇന്ന കഥാപാത്രം ഒന്ന് ചെയ്താൽ കൊള്ളായിരുന്നു. പലരുടെയും ഡ്രീമാണത്, സ്വപ്നമാണെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രം? അല്ല, എൻ്റെ സ്വപ്നത്തിലുള്ളൊരു കഥാപാത്രം ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇന്നുവരെ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കഥാപാത്രം ചെയ്യണം. ആരും ഇതുവരെ അതങ്ങനെയൊന്നും ചെയ്യാൻ പറ്റരുത് മറ്റുള്ളവർക്ക്. അത് ചെയ്യണം. അതെൻ്റെ എന്തോ എൻ്റെ പണ്ട് തുടങ്ങിയ ആർക്കും ചെയ്യാൻ കഴിയില്ലാത്ത, ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കഥാപാത്രം ചെയ്തിട്ട്, എനിക്ക് ഓസ്കാർ അവാർഡ് വേണ്ടിയിട്ടല്ല, പക്ഷെ അത് അങ്ങനെ പറഞ്ഞ് ചെയ്തിട്ട് വേണം മരിക്കാൻ. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. പാലിയത്തച്ചെന്ന സീരിയൽ നിർമ്മിച്ചു. സിനിമ നിർമ്മിക്കാനുള്ള സാമ്പത്തിക ഭദ്രത സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അഭിനേതാവിന് അപ്പുറത്തേക്ക് ഒരു സംവിധായകൻ്റെ മേലങ്കി അണിയാൻ ഇഷ്ടപ്പെട്ടിരുന്നു? ഇല്ല, സംവിധായകൻ്റെ മേലങ്കി അണിയാൻ എനിക്ക് അന്നും ഇന്നും താല്പര്യമൊന്നുമില്ല. പലരും എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്, ചേട്ടൻ ചെയ്യാവുന്നുണ്ടെങ്കിൽ നമുക്കൊരു സീരിയൽ ചെയ്യാം, വലിയ സിനിമ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് പിന്മാറി ചെയ്തിരിക്കുന്നത്. കാരണം അതേപ്പറ്റി വെൽ സ്റ്റഡീഡ് അല്ല എങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഇത് ഇപ്പോൾ 4-3-7 പറഞ്ഞിട്ട് ചെയ്യാവുന്നൊരു കാര്യമല്ല ഇത്. ഇപ്പോൾ നമ്മുടെ പ്രഗത്ഭരായ 3-4 നടന്മാർ സിനിമ സംവിധാനം ചെയ്തല്ലോ. എന്തുകൊണ്ടത് ഓടിയില്ല? പരാജയപ്പെട്ടില്ലേ? അതവരുടെ കഴിവുകളുടെ, കാരണം അവർ ഈ ഫീൽഡിലല്ല വർക്ക് ചെയ്തിരുന്നത്. അവർക്ക് അഭിനയിക്കാൻ അറിയാം, നന്നായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. എന്നോർത്തുകൊണ്ട് സിനിമ നന്നാവണമെന്നും പറ്റൊന്നുമില്ല. സിനിമയുടെ ആ സംവിധാനം ചെയ്യണം, അതിന് പല ടെക്നിക്കുകളും പഠിക്കും. അതിന് ലെൻസിൻ്റെ ഇതുവരെ പഠിച്ചിരിക്കണം. ഞാനൊരിക്കൽ തിലകനോട് ചോദിച്ചതാണ്, തിലകൻ ഒരു നാടകം സംവിധാനം ചെയ്യുന്നത്, നിങ്ങൾക്കൊരു സിനിമ ചെയ്തു കൊടുക്കുന്നത്. സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല, ഞാൻ ലെൻസിനെ പറ്റിയൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് തിലകൻ അങ്ങനെ കഴിവുള്ള നടനല്ലേ. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഫീൽഡിൽ അവർ കഴിവുറ്റവരായിരിക്കും. എന്നോർത്ത് നമ്മളത് കയറി ചെയ്യാം. അത് വെറുതെ പുറത്ത് നിൽക്കുന്നവർ തോന്നുന്നു അഭിനയിക്കുന്നത് വളരെ ഈസിയില്ലേ. കയറി ചെന്നങ്ങ് പറഞ്ഞു പോന്നാൽ പോലെ. ചെന്ന് വന്ന് നിൽക്കുമ്പോഴല്ലേ മനസ്സിലാക്കുന്ന ഇതിനകത്ത് എന്തുമാത്രം സാങ്കേതിക ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുള്ളത്. ഇപ്പം നാട്ടിലല്ല താമസിക്കുന്നത് അല്ലേ? അല്ല, ഞാനിപ്പോൾ ഒരു 5-6 വർഷമായിട്ട് എറണാകുളത്ത് തന്നെയാണ്. നാട്ടിലിടയ്ക്ക് പോകാറുണ്ടോ? നാട്ടിലെ ഇടയ്ക്ക് പോകാറുണ്ട്. കാരണം എനിക്ക് അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, സിനിമാ തിയേറ്റർ, കൂത്താട്ടുള്ളത്. അത് ഞാനായിട്ട് തുടങ്ങിയല്ല, എൻ്റെ കാരണവരായിട്ട് തന്നെ തുടങ്ങി വെച്ചതാണ്. 1938 തുടങ്ങിയത് ആ തിയേറ്റർ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. സത്യാഗ്രഹം കഴിഞ്ഞപ്പോഴേക്കും അതങ്ങനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയെടുത്ത് ആ സ്ഥലം ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാറുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനു ശേഷം നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടുകാരൊക്കെ പഴയൊരു നാട്ടുകാരനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നാട്ടുകാരുമായിട്ട് അധികം അങ്ങനെ മിങ്കിൾ ചെയ്യാറില്ല. പണ്ടും ഞാൻ അവിടെയാണ് ജനിച്ച് ഒരു 4-5 വയസ്സ് വരെ വളർന്നത് അവിടെയാണെങ്കിലും ഈ നാട്ടുകാരുമായിട്ട് അതുകൊണ്ട് അത് വലിയ കോണ്ടാക്റ്റുകൾ എനിക്ക് അവിടെ ഇല്ല. പെങ്ങളുടെ കൂടെ അതെ, ആലുവയിലൊക്കെ താമസിച്ചു, കുറച്ച് നാൾ ബോർഡിങ് താമസിച്ച് പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ ആ നാട്ടിലെന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളൊക്കെ അറിയാമെന്നുള്ളതല്ല, അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഇടപഴകിയുള്ളൊരു ബന്ധമില്ല.
കൂടുതലില്ല. അത് ബന്ധുക്കളായിട്ടും അതെ. അറിയാം എന്നെ അവർക്ക് ബന്ധുക്കളുണ്ടെന്നുള്ള അറിയാം. ഞാൻ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഒന്നാമത് ഈ പണിയായത് കാരണം കൊണ്ട് സമയം കിട്ടാറില്ല. പൊതുവേദിയിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ടോ? ഇടയ്ക്ക് വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്, ഉദ്ഘാടനത്തിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഞാൻ പോകാറില്ല. എനിക്ക് അതിനോട് താല്പര്യം. ഇപ്പം എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നിനോടും താല്പര്യമില്ല. അത് നമ്മുടെ പ്രായമായതുകൊണ്ടായിരിക്കണം. അന്നിന് ഇപ്പം സിനിമ കാണുന്നതിനോടോ സീരിയൽ കാണുന്നതിനോട് പോലും താല്പര്യം കുറഞ്ഞിരിക്കുക. കടപ്പാടുണ്ടോ ആരോടെങ്കിലും? ഇല്ല, എനിക്ക് ഈ ഫീൽഡിൽ ആരോടും കടപ്പാടില്ല. എന്നെ ആരും അല്ല, കമ്മിറ്റ്മെൻറ്റ് ഇല്ല. കാരണം എന്നെ ആരും അങ്ങനെയൊന്നും കൈവിട്ടൊന്നും കൈ അയച്ചൊന്നും സഹായിച്ചിട്ടില്ല, കൈ തന്ന് സഹായിച്ചിട്ടില്ല. നിമിത്തങ്ങളാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നവനാണ്. ഇതെല്ലാം നമുക്ക് കിട്ടേണ്ടതൊക്കെയും നമുക്ക് കിട്ടിയിരിക്കും, നമുക്ക് പോകേണ്ടതൊക്കെയും പോയിരിക്കും. ആർക്കും തടയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആരുടെ അവസരങ്ങൾക്ക് വിലങ്ങേടിയായിട്ട് നിൽക്കാറില്ല. ഒരാളൊരു വേഷം ചെയ്തു അല്ലെങ്കിൽ അത് എനിക്ക് കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ ആഗ്രഹിക്കാറില്ല. അയാളെ വേഷം അയാൾ ഇനി യോഗ്യൻ. സാർ അതുപോലെ തന്നെ പഴയകാല ഒത്തിരി ബന്ധം ഇപ്പോൾ 40-45 വർഷമായിട്ടുണ്ട് അല്ലേ? പഴയകാല സുഹൃത്തുക്കളും സിനിമയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പോഴും ആ സൗഹൃദം വെച്ച് പുലർത്താറുണ്ടോ? വിളിക്കാറുണ്ടോ സാറിനെ? വിളിക്കാറില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴൊക്കെ ആ സുഹൃബന്ധം പുലർത്താറുണ്ട് ഇപ്പോഴും. കാരണം സിനിമയിൽ തന്നെയല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ സുഹൃത്ത് 50-60 വർഷം മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ സുഹൃത്തുക്കൾ ചിലപ്പോൾ വിളിക്കാറുണ്ട്. എനിക്ക് അവരുടെ വിളി വന്നപ്പോഴേ എനിക്ക് സൗണ്ട് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. എന്നെ ഓർക്കുന്നുണ്ടോ രാജു? ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരൊക്കെ. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഈ പഴയ ആളുകളെ കാണുക, പണ്ട് പരിചയപ്പെട്ടുള്ളവരെ കാണുക, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ളവരെ കാണുക, വീണ്ടും കാണുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചിലയിടത്ത് വണ്ടി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾ മുഹമ്മദ് അല്ലേ? അതെ. എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല. TS രാജു എന്നും പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ അടുത്തിരുന്നിട്ട് പഠിച്ചതല്ലേ. ഇപ്പം മുസ്തഫ എൻ്റെ കൂടെ പഠിച്ചവനാ. അപ്പം എന്നെ കണ്ട തിരിച്ചറിയില്ല. എനിക്കറിയാം മുസ്തഫ എൻ്റെ കൂടെ പഠിച്ചതാണെന്നുള്ളത്, പക്ഷെ മുസ്തഫ എന്നെ കണ്ടാൽ മനസ്സിലാക്കില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങേ തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കൂടെ പഠിച്ചവർ. അല്ല, പക്ഷെ അത് കൂടെ പഠിച്ചിരുന്നൊന്നും ഓർക്കണ്ടേ. സീരിയൽ കണ്ടിട്ടുണ്ട്, സിനിമയെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആളാരാന്നുള്ള അറിയാൻ പാടില്ല. നമ്മുടെ സഹപാഠിയാണെന്നും അറിയില്ല. അങ്ങനെ എത്രയോ പേര്. ഞാനൊരിക്കൽ ഇത് എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൽ ഷൂട്ടിങ്, അതൊരു അവാർഡ് ഫിലിമാണ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തൊട്ടിങ്ങ വെച്ചിരുന്ന് പഠിച്ച് ഒരുത്തൻ അവിടെ വന്നിങ്ങനെ നോക്കി ആൾക്കൂട്ടത്തിൽ നോക്കിക്കുക. തകർച്ചണ്ടയിലാണോ? തകർച്ചൻ്റെ അല്ല, പിന്നെ അല്ല, അതിനൊക്കെ മുമ്പുണ്ടായിരുന്നു. ഞാൻ അതിനകത്തൊരു ബ്രോക്കറായിട്ട് അഭിനയിച്ചതാണ്, പേര് മറന്നുപോയി. അപ്പോൾ ആൾക്കൂട്ടത്തിൽ ഇവൻ നിൽക്കുന്ന ഞാൻ കണ്ടു, ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടു, എനിക്ക് മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് ഫേസ് പിടി കിട്ടി. ഇത് ഇന്നയാൾ എൻ്റെ കൂടെ പഠിച്ചു, ഇന്നയാൾ എറണാകുളത്ത് വെച്ചിട്ട്. ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നത്, എൻ്റെ പേര് ഇന്നല്ലേ, ഡൊമിനിക് എന്നല്ലേ? അതെ. ഇവിടെ എന്താ? ഞാൻ വെറുതെ വന്ന, എന്നെ അങ്ങനെ അറിയാം? അവിടെ ഡൊമിനിക്കിന് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല. TS രാജു എന്ന് പറഞ്ഞ ഒരാളെ ഓർക്കുന്നുണ്ടോ? TS രാജു ഞാൻ പറയാം, നമ്മൾ ഒരുമിച്ച് 8ാം ക്ലാസ്സിൽ പഠിച്ചതാ, അറിയോ? ആണോ? ഞാൻ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതല്ല, അത് നമ്മൾ ഒരുമിച്ച് പഠിച്ചിരുന്നതല്ലേ. പുള്ളിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഇപ്പോഴും വിളിക്കാറുണ്ടോ പഴയ സ്നേഹിതർ? ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട്, പണ്ട് 10-60 വർഷം മുമ്പ് പഠിച്ചിരുന്നത് എല്ലാണ്ട് എൻ്റെ നമ്പർ എങ്ങനെയോ സംഘടിപ്പിച്ചിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞ് ഞാൻ ഇന്നയാളെന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്ന ആളുകളൊക്കെ അല്ലേ, നമ്മളന്ന് ഒരു കമ്പനി ആയിരുന്ന കുറേ ആ ബാച്ചിലുണ്ടായിരുന്ന കുറച്ച് പേര്, യൂസഫിന്, മറ്റവരൊക്കെ, ഇസ്മായിൽ ഒക്കെ അല്ലേ, അവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ. അപ്പോൾ എന്നെപ്പറ്റി സംസാരിക്കാറുണ്ട്. എൻ്റെ നമ്പറൊന്ന് കിട്ടാൻ ഞങ്ങൾ നോക്കിയിരിക്കുക. അവസാനം കൂട്ടത്തിൽ എവിടെയോ ഏതോ സീരിയലിൽ അഭിനയിച്ച ഒരാളുടെ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിളിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്, എനിക്ക് സന്തോഷമുള്ള നിങ്ങളെ. അങ്ങനെ ഒരു ദിവസം പോയി ഞാൻ കണ്ടു, നമ്മളെല്ലാവരും ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ സന്തോഷമായിട്ട് കുറേ നേരം. വലിയ സംഭവം, എനിക്ക് ഭയങ്കര സന്തോഷമാണ്.